പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്. ആ ഫലപ്രഖ്യാപനത്തിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണ് പൊതുബോധം. CPM പോലും തങ്ങൾ തോൽക്കുമെന്ന് വിലയിരുത്തി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മന്ത്രിമാരെല്ലാം അവരുടെ ഓഫീസ് ഒഴിഞ്ഞു പോയതായിട്ട് ആണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളൊക്കെ തന്നെ UDFന് വലിയ വിജയം ലഭിക്കും എന്നുള്ള നിലയിലാണ് വാർത്തകളൊക്കെ കൊടുക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അതിൻ്റെ ഇടയിൽ ഏപ്രിൽ 27-ാം തീയതി മംഗളം ദിനപത്രത്തിൽ S. നാരായണൻ എന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ആ പത്രപ്രവർത്തനെ കുറിച്ചിട്ട് നല്ല വാർത്തകളൊന്നുമല്ല നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരുപാട് ആരോപണ വിധേയനായിട്ടുള്ള S. നാരായണൻ. S. നാരായണൻ എന്നുള്ള പേര് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പേരല്ല എന്ന് ഒക്കെ കേൾക്കുന്നു. എന്തായാലും അദ്ദേഹം ഈ പറഞ്ഞ പോലെ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ വലിയ ബന്ധങ്ങളുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. പ്രത്യേകിച്ച് പോലീസിൽ അദ്ദേഹത്തിന് ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അടുത്ത സർക്കാർ വന്നാൽ പോലീസിലെ ഉന്നതരായിട്ടുള്ള ഏതൊക്കെ സ്ഥാനത്തൊക്കെ ഇരിക്കണം എന്ന് തീരുമാനിക്കാൻ പോലും കഴിയുന്ന നിലയിലുള്ള സ്വാധീനമുള്ള ഒരു വലിയ മാധ്യമപ്രവർത്തകനാണ് S. നാരായണൻ എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കുറേ കാലമായി അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെതായി മംഗളം ദിനപത്രത്തിൽ ഏപ്രിൽ 27-ന് വന്നൊരു വാർത്ത പലരെയും ഞെട്ടിക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ആ വാർത്തയുടെ തലവാചകം ഇതാണ്: ഭരണത്തുടർച്ച ഉറപ്പിച്ച് പിണറായി, മെയ് 5-ന് പന്തലിടാൻ നിർദ്ദേശം. പന്തലിടാൻ എന്നുള്ളതിൽ ഒരു ഇൻവെർട്ടർ കോമായും കൂടെയുണ്ട്. അതാണ് ഹെഡിങ്. S. നാരായണൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്: നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ ഭരണത്തുടർച്ച ഉറപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയാളുടെ ഒരു ചിരിക്കുന്ന ഒരു പടവും അതിൻ്റെ കൂടെയുണ്ട്. വോട്ടെണ്ണൽ ദിനമായ മെയ് 4-ന് പിറ്റേന്ന് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് പന്തലിടാൻ നിർദ്ദേശം നൽകിയതായി സൂചന. ഒരു എക്സ്ക്ലമേഷൻ മാർക്കും കൂടെ ഉണ്ട്. അപ്പോൾ നാരായണന് പോലും ഇത് അവിശ്വസനീയമായി എന്ന് വേണമല്ലോ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുക. അതായത് 4-ാം തീയതി റിസൾട്ട് വന്നാൽ 5-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള പന്തലിട്ടേക്കാണ്. സാധാരണഗതിയിൽ ഇതുപോലെ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ്, ഒരു 7-ാം തീയതി 8-ാം തീയതി ഒക്കെ ആകുമ്പോഴാണ് സാധാരണഗതിയിൽ സത്യപ്രതിജ്ഞ നടക്കുക. കാരണം പാർലമെൻ്ററി പാർട്ടി കൂടണം, അതിൽ ഘടകകക്ഷികളെല്ലാവരും വരണം. ഇപ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയെങ്കിൽ പോലും ഔദ്യോഗികമായി പാർലമെൻ്ററി പാർട്ടി കൂടി ആദ്യം പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ CPM തീരുമാനിക്കണം. പിന്നെ ഘടകകക്ഷികളെല്ലാം കൂടി ചേർന്നിരിക്കുന്ന പാർലമെൻ്ററി ബോർഡ് യോഗം കൂടി പാർലമെൻ്ററി പാർട്ടി കൂടി പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ഇതിനൊക്കെ 1-2 ദിവസം സാധാരണ ഇതിൽ എടുക്കാറുണ്ട്. പക്ഷേ ഈ വാർത്ത പ്രകാരം 4-ാം തീയതി മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ 5-ാം തീയതി തന്നെ പന്തലിട്ടേക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ 2 കാരണങ്ങൾ പറയുന്നത്: ഭരണത്തുടർച്ച ഉണ്ടാകുമെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടും പാർട്ടി തലത്തിലുള്ള വിലയിരുത്തലുകളുമാണ് മുഖ്യമന്ത്രിക്കും CPM-നും ആത്മവിശ്വാസമേകുന്നത്. CPM-ന് ആത്മവിശ്വാസമേകിയതായിട്ട് നമ്മളൊന്നും കണ്ടില്ല. എന്തായാലും പിണറായി വിജയന് കീഴിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടും പാർട്ടി തലത്തിലുള്ള വിലയിരുത്തലും അത് തന്നെ ഒരു അസ്വാഭാവികമാണ്. കാരണം പാർട്ടി ജയിക്കും എന്ന് പുറമെ വിലയിരുത്തുന്നുണ്ടെങ്കിലും ഉള്ളിൽ പാർട്ടി തോൽക്കുമെന്നാണ് വിലയിരുത്തൽ എന്നുള്ള നിലയിലുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, പ്രമുഖ ചാനലുകളെല്ലാം എക്സിറ്റ് പോൾ സർവേകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 29-ന് മാത്രമേ സർവേ ഫലം പുറത്തുവിടാനാവൂ. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി ഔദ്യോഗിക ഫയലിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ നടന്ന സംഭാഷണം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വെളിപ്പെടുത്തുന്നതായിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം തീരുമാനമെടുക്കാമെന്നായിരുന്നു മറുപടി. ഭരണത്തുടർച്ച ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകിയതായിട്ടാണ് സൂചന. അപ്പോൾ ഇതാണ് വാർത്ത. അപ്പോൾ ഈ വാർത്ത ചിലരിലെങ്കിലും ഒരു ചെറിയ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. കാരണം പൊതുധാരണ UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണല്ലോ. അപ്പോഴാണ് മുഖ്യമന്ത്രി പന്തലിടാൻ നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ശ്രീമൻ നാരായണൻ ഒരു പത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് ഞാനിപ്പോൾ നോക്കുമ്പോൾ മംഗളത്തിൽ മാത്രമേ ഈ വാർത്ത ഞാൻ കണ്ടുള്ളൂ. ഈ CPM-നെ അടിമുടി അടപടലം താങ്ങുന്ന റിപ്പോർട്ടർ ചാനലിൽ പോലും ഇങ്ങനൊരു വാർത്ത വന്നതായി ഞാൻ കണ്ടില്ല. വേറെ ഒരു ചാനലുകളും ഈ വാർത്ത എടുത്ത് കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. സാമൂഹിക മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത കണ്ടില്ല.
എന്നിരുന്നാലും മംഗളത്തിൽ ഇങ്ങനൊരു വാർത്ത വന്നത് സംബന്ധിച്ച് ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചത്. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി ഇതിനെക്കുറിച്ച് തോന്നിയൊരു കാര്യം, വിജയന് കിളി പോയോ എന്നാണ് എനിക്ക് ആദ്യമായി തോന്നിയത്. സമനില പോയോ വിജയന് എന്നാണ് എനിക്ക് ആദ്യമായി തോന്നിയത്. ഞാനിതിന് മുമ്പ് നേരത്തെ കേട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ആർ ബാലകൃഷ്ണപിള്ള വർഷങ്ങളോളം അദ്ദേഹം മന്ത്രിയായിട്ടിരുന്ന ആളായിരുന്നു. അവസാനം തെരഞ്ഞെടുപ്പിൽ തോറ്റു. അയാൾ ഒരു ദിവസം രാവിലെ ചാടി എഴുന്നേറ്റിട്ട് നേരെ സെക്രട്ടേറിയറ്റിലേക്ക് വണ്ടി വിടൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാറിൽ അദ്ദേഹം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് വന്നുവെന്നും അപ്പോൾ അത് അദ്ദേഹം മന്ത്രിയായി അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പോയതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയതെന്നൊക്കെ പറഞ്ഞിട്ടൊരു തമാശ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കേട്ട വേറൊരു തമാശ VK നായനാരെ കുറിച്ചിട്ടാണ്. അദ്ദേഹം 2 ഘട്ടം ഏതാണ്ട് 9 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഈ രാവിലെ ഈ പോലീസുകാർ വന്നിട്ട് ഇങ്ങനെ നിലത്തിങ്ങനെ ചവിട്ടിയിട്ട് ഒരു സല്യൂട്ട് നൽകുന്ന ഒരു രീതിയുണ്ട്. അത് കേൾക്കാത്തത് മൂലം ഈ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയപ്പോൾ അദ്ദേഹത്തിന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അതുപോലെ ചില അസ്വസ്ഥതകൾ പിണറായി വിജയൻ ഉണ്ടായാൽ അത്ഭുതപ്പെടാൻ കഴിയില്ലോ. കാരണം 10 വർഷക്കാലം അദ്ദേഹം ഒരു വലിയ രാജാവായി, ഒരു വലിയ ഏകാധിപതിയായി, ഒരു അധികാരത്തിൻ്റെ ആൾരൂപമായി ജീവിക്കുകയായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് തോൽവിയെക്കുറിച്ച് ചിന്തിക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് ഇങ്ങനൊരു വെളിപാടുണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റലിജൻസുകാരെ നമുക്കറിയാമല്ലോ അവരെങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പാർട്ടി ജയിക്കുമെന്നാണ് വിലയിരുത്തൽ നടത്തിയിട്ടുള്ളതെങ്കിലും പാർട്ടി തോൽക്കും എന്ന് പാർട്ടി കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആദ്യമായി ഇത് സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് പിണറായി വിജയന് കിളി പോയതാവാനാണ് സാധ്യത എന്നാണ്. ഇനി എന്നാലും ചില ആളുകളുടെ ഇടയിൽ ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളും കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം ചിലരെങ്കിലും എന്നോടും ചില ആളുകൾ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചിലരും ചോദിച്ചു, ഷാജാൻ വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും കൃത്രിമം ഇവർ കാണിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ എന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ള ആരോപണം BJP കുറിച്ചിട്ട് വ്യാപകമായി പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിവിടെ നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളാൻ പറ്റുമോ ഷാജാൻ എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള എൻ്റെ മറുപടിയാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വോട്ടിംഗ് മെഷീനിൽ BJP എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃത്രിമം കാണിക്കുമ്പോൾ അതിൻ്റെ നേട്ടം BJPക്ക് ഉണ്ടാവണ്ടേ? അതാണ് എൻ്റെ ആ കാര്യത്തിലുള്ള സംശയം. ഇപ്പോൾ BJP വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലല്ലേ അവരത് ചെയ്യാൻ സാധ്യത. എന്നാൽ കേരളത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചാലും അവർ അധികാരത്തിൽ വരുമോ സുഹൃത്തുക്കളെ? വരില്ല. കേരളത്തിൽ BJP വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ പിണറായി വിജയനാണ് ഒരു തവണ കൂടെ അധികാരത്തിൽ വരാൻ പോകുന്നത്, BJP അല്ല. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിക്കാൻ എന്തായാലും പിണറായി വിജയന് കഴിയില്ല, BJPക്ക് മാത്രമല്ലേ കഴിയുള്ളൂ. BJPക്ക് അങ്ങനെ കഴിയണമെങ്കിൽ BJP അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടാവണം. അത് കേരളത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ടിംഗ് യന്ത്രത്തിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൃത്രിമം നടക്കുന്നതിലൂടെ പിണറായിയെ ഒരു തവണ കൂടി അധികാരത്തിലെത്തിക്കുക എന്നുള്ളതായിരിക്കണം BJPയുടെ ലക്ഷ്യം. അത് BJP തുനിയും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം പിണറായി വിജയൻ ഈ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടക്കുന്നതിലൂടെ പിണറായി വിജയൻ ഒരു തവണ അധികാരത്തിൽ വരികയും പിന്നെ 5 വർഷം ഭരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് BJPക്ക് എന്താണ് നേട്ടം? 31 അധികാരത്തിൽ വരാനുള്ള സാധ്യത. പക്ഷേ 31 അധികാരത്തിൽ വരാനുള്ള സാധ്യത 31 രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ചല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ഇവിടെ BJP വോട്ടിംഗ് യന്ത്രത്തിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയനെ അധികാരത്തിൽ കൊണ്ടുവരാൻ അതിന് BJP തുനിയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? കഴിഞ്ഞ 5 വർഷം അഴിമതിക്കാരനായിട്ടുള്ള പിണറായി വിജയനെ അധികാരത്തിൽ നിലനിർത്തിയ എന്തിനാ? 2026 അധികാരത്തിൽ വരാനായിരുന്നു. 2026 BJP അധികാരത്തിൽ വരുമോ? ഇല്ല. 2 സീറ്റ് പോലും BJPക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഈ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ച് 5 വർഷം കൂടി പിണറായി വിജയനെ BJP ഇരുത്തും എന്ന് തലയ്ക്ക് വെളിയുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? തലയ്ക്ക് വെളിയുള്ളത്
പിണറായി വിജയൻ വേണേൽ തലയ്ക്ക് വെളിവ് പോയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ ചിന്തിക്കാം. അതുകൊണ്ട് BJP അതിന് മുതിരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യുക്തിഭദ്രമായി എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. BJP അങ്ങനെ മുതിരണമെങ്കിൽ BJPക്ക് സ്റ്റേക്കുള്ള സംസ്ഥാനങ്ങളിൽ വേണം BJP അത് ചെയ്യാൻ. പിന്നെ BJPക്ക് ഇപ്പോൾ പ്രാധാന്യം കേരളത്തിൽ ഇത് കൊണ്ടുവരികയാണോ അതോ ബംഗാളിൽ അധികാരത്തിൽ കയറുക എന്നുള്ളതാണോ? ബംഗാളിൽ അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് അവർ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം നടത്തുമ്പോൾ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ച് പിണറായി വിജയനെ ഒരു തവണ കൂടി അധികാരത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അധികാരത്തിൽ നിന്ന് പോകും എന്ന് നമ്മൾ പറയുന്നത്? അതുപോലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ മതങ്ങളുടെ അവസ്ഥ എടുത്ത് നോക്കൂ. മുസ്ലിം മതവിഭാഗം പരിപൂർണമായി CPM-നെതിരല്ലേ? ഇനി മുസ്ലിം മതവിഭാഗം മാത്രമാണോ? ക്രിസ്ത്യൻ മതവിഭാഗം പരിപൂർണമായി CPM-നെതിരല്ലേ? പിന്നെ നായർ വിഭാഗം പരിപൂർണമായി CPM-നെതിരല്ലേ? നാടാർ വിഭാഗം CPM-ന് പരിപൂർണമായി എതിരല്ലേ? ഈഴവരിൽ പോലും വലിയ പങ്ക് CPM അണികൾ CPM-ന് എതിരല്ലേ സുഹൃത്തുക്കളെ? ഹിന്ദു ജനവിഭാഗത്തിൻ്റെ ഇടയിൽ തന്നെ പിന്നെ ശബരിമല വിഷയത്തിൽ അവർ CPM-നെതിരല്ലേ സുഹൃത്തുക്കളെ? അതിലെല്ലാം ഉപരി അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുകയല്ലേ? അതിഭീകരമായിട്ടുള്ള പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുകയല്ലേ? ഇതിനെല്ലാം മറികടന്നുകൊണ്ട് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ച് പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്ന് ആരെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ അവന് തലയ്ക്ക് ഭ്രാന്താന്നല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? അവന് തലയ്ക്ക് നട്ടഭ്രാന്ത്, ഈ ചൂടിൽ പിണറായി വിജയന് നട്ടഭ്രാന്ത് പിടിച്ചോ എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിണറായി വിജയന് കിളി പോയി. ഈ ചൂടിൽ, ഈ കടുത്ത ചൂടിൽ പിണറായി വിജയന് കിളി പോയതാണ് ഇതിൻ്റെ കാരണമെന്ന് ഈ നാരായണൻ എഴുതിയ വാദം ശരിയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. പക്ഷേ പിണറായി വിജയൻ പോലും അതുപോലുള്ള പൊട്ടത്തരം ചിന്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഈ നാരായണൻ എന്ന് പറഞ്ഞ പത്രലേഖകൻ, മാധ്യമപ്രവർത്തകൻ, ഒരു 10 ആൾ ഇത് കാണട്ടെ, കേൾക്കട്ടെ, 10 ആൾ തൻ്റെ പേര് കൂടുതൽ അറിയട്ടെ എന്ന് പറഞ്ഞ് ചെയ്തിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പം എന്നെ പോലെ ഒരു പൊതുപ്രവർത്തകൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ ഇടയായ സാഹചര്യം ഇതുപോലുള്ളൊരു വാർത്തയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ വാർത്തയ്ക്ക് നമ്മൾ അത്രയും പ്രാധാന്യം കണ്ടാൽ മതി. പിണറായി വിജയൻ്റെ കിളി പോയി, പിണറായി വിജയൻ്റെ തല ചൂടായതിനെ തുടർന്ന് പിണറായി വിജയന് തോന്നിയ ഒരു തോന്നലായി മാത്രം നമ്മൾ ഒരു വാർത്തയെ കണക്കാക്കിയാൽ മതി എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത്.